എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം? ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ബോധവൽക്കരണമാണ്. നമുക്കറിയാം, കേരളത്തിൽ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി മുൻകൈയെടുത്തിട്ട് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കി. കഴിഞ്ഞ 40-45 ദിവസം വളരെ വേഗം വളരെയധികം നാർക്കോട്ടിക് ഡ്രഗ്സുമായി ബിസിനസ് നടത്തുന്ന ആൾക്കാരെ ജയിലറയ്ക്ക് ഉള്ളിൽ പറഞ്ഞു വരാൻ നമുക്ക് സാധിച്ചു. എന്തിനീ കോട്ടയം ജില്ലയിൽ പോലും നമ്മൾ സാക്ഷരരാണ്, 100% വിദ്യാഭ്യാസ സമ്പന്നരാണ് എന്ന് വിശ്വസിക്കുന്ന ഈ കോട്ടയത്ത് പോലും 260ഓളം കേസുകൾ ഒറ്റ മാസം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. വളരെയധികം ആൾക്കാരെ ജയിലിലേക്ക് പറഞ്ഞാൽ പോലീസിനും, അതുപോലെ തന്നെ ഞാൻ പോലീസിൻ്റെ കണക്കാണ് പറയുന്നത്, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ വളരെ വലിയൊരു എമൗണ്ട് ഓഫ് കേസുകൾ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെയധികം പേരെ റിമാൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടികളായ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, എന്താണ് നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഈ സമൂഹത്തിൽ നിങ്ങളുടെ റോൾ എന്താണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ദ സോ കോൾഡ് നമ്മുടെ ഗ്രേറ്റ് കൺട്രി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നോക്കുമ്പോൾ നമ്മൾ പ്രൗഡാണ്. എന്താണ്? ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യം, ഇല്ലേ? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം. ശരിയല്ലേ? ആർക്കെങ്കിലും സംശയമുണ്ടോ? നമ്മൾ വളരെയധികം പ്രൗഡാണ്. എന്തിനെ നേരിടുള്ള കരുത്ത് നമുക്കുണ്ട്. വളരെയധികം നമ്മൾ അഭിമാനം കൊള്ളുന്ന രാജ്യമാണ്. ഇന്ത്യയിലെ ലോകത്തെ 7ാമത്തെ ഏറ്റവും ബിഗസ്റ്റ് ജിയോഗ്രഫിക്കൽ ഏരിയ ഉള്ള രാജ്യമാണ് നമ്മുടെ ഭാരതം. വളരെ വേഗം ഡെവലപ്പിംഗ് കൺട്രിയുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യ. നമ്മളെല്ലാവരും നമ്മൾ ഇന്ത്യക്കാരാണെന്ന ഒരു ബോധ്യം നമുക്ക് വേണം. ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ്, ഇന്ത്യയുടെ വികസനം നമ്മുടെ അജണ്ടയായിരിക്കണം. പക്ഷേ ഇവിടെ റീസെൻ്റ് പല സ്റ്റഡികളും മനസ്സിലാക്കേണ്ട കാര്യം, അതിന് വിഘാതമായ ഒത്തിരി ഘടകങ്ങൾ നമ്മുടെ സമൂഹത്തുണ്ട്. റീസെൻ്റ് ഒരു ആർട്ടിക്കിൾ ഹിന്ദുവിൽ ഞാൻ വായിച്ചു. 2041 നമ്മുടെ കേരളത്തിലെടുത്താൽ കേരളത്തിലെ 60% ആൾക്കാരും 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരായി മാറും. അതായത് പ്രായപൂർത്തിയായ സീനിയർ സിറ്റിസൻ്റെ ഒരു സമൂഹമായി നമ്മുടെ കേരളം മാറും. ഞാനും ഇവിടെ ഇരിക്കുന്ന ആൾക്കാരും എല്ലാം ഒരു കാലം കഴിയുമ്പം മാറും. അപ്പോൾ ഈ രാജ്യത്തെ നയിക്കേണ്ടവർ നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരാണ്. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട അത്രയും ജനസംഖ്യ ഇപ്പോൾ ഇല്ല. ഞങ്ങളുടെ പുറകിൽ വരുന്ന നിങ്ങളെപ്പോലുള്ള ജനറേഷന് അത്രയും ജനങ്ങളില്ല. വളരെയധികം പോപ്പുലേഷൻ കുറവാണിപ്പോൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് നെക്സ്റ്റ് ജനറേഷൻ, ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ 25 വർഷമാണ്. അടുത്ത ജനറേഷൻ ഇപ്പോൾ ഉണ്ടാകുന്ന കുട്ടികളെ കണക്കനുസരിച്ച് ബർത്ത് റേറ്റ് വളരെ കുറവാണ്. ഒരു ഫാക്ടർ. രണ്ടാമത്തെ, കുറേ ചെറുപ്പക്കാർ ഔട്ട്സൈഡ് രാജ്യങ്ങളിൽ പോയി സെറ്റിൽ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ വരെ പോപ്പുലേഷൻ വളരെ കുറവാണ്. ഈ പോപ്പുലേഷൻ വളരെ കുറവ്, യങ് ജനറേഷൻ, യങ് ബ്ലഡ് എന്ന് വളരെ കുറയുമ്പോൾ ചില വിദ്യാഭ്യാസം കഴിഞ്ഞ് അടുത്ത രാജ്യങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ വരുമ്പോൾ ആര് നമ്മുടെ രാജ്യത്തെ നയിക്കും? സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിൽ നമ്മുടെ രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരാണ്. ഇത് മനസ്സിലാക്കി പല വിദേശ രാജ്യങ്ങളും, വിദേശ ശത്രു രാജ്യങ്ങളും ശത്രു വിഭാഗങ്ങളും നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസ സമൂഹങ്ങളിലേക്ക്, വിദ്യാർത്ഥി സമൂഹത്തിലെയും ചെറുപ്പക്കാരിലേക്ക് മയക്കുമരുന്ന് പോലെയുള്ള സാധനങ്ങൾ കടത്തിവിടുന്നത്. നിങ്ങൾ ഒരാളെങ്കിലും നഷ്ടപ്പെട്ടാൽ നമ്മുടെ രാജ്യത്തിന് നഷ്ടമാണ്. നിങ്ങളുടെ ജീവിതം കൊണ്ട്, നിങ്ങളുടെ നേട്ടം കൊണ്ട് നിങ്ങളല്ല നേട്ടം ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ കുടുംബമല്ല നേട്ടം ഉണ്ടാക്കുന്നത്, നമ്മുടെ രാജ്യമാണ് നേട്ടം ഉണ്ടാക്കുന്നത്. അത് മനസ്സിലാക്കി, ആ തിരിച്ചുറവ് മനസ്സിലാക്കിയാണ് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും എല്ലാം ഓപ്പറേഷൻ തൂഫാൻ പോലെയുള്ള പ്രൊജക്റ്റ് കൊണ്ടുവന്ന് നമ്മുടെ സമൂഹത്തെ, കുട്ടികളെ ഈ തിന്മയിലേക്ക് ഉൾപ്പെടുത്താതെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് സർക്കാർ ഇത്രയും കഷ്ടപ്പെടുന്നത്, അതിനുവേണ്ടിയാണ് പോലീസ് ഇത്രയും കഷ്ടപ്പെടുന്നത്, അതിനുവേണ്ടിയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും കഷ്ടപ്പെടുന്നതും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ച് തോളോട് ചേർന്ന് സമൂഹത്തിലെ നാനാവിധ ആൾക്കാരും തോളോട് ചേർന്ന് ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ വിജയത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് ജനം ടി വി ഇങ്ങനെ ഒരു പ്രോജക്റ്റുമായിട്ട് വരുന്നത്. ഇത് മനസ്സിലാക്കി ആരാകണം നാളെ നമ്മൾ എന്നൊരു ചിന്ത നിങ്ങൾ ഉണ്ടായിരിക്കണം. എക്കണോമിക്സ് പഠിക്കുന്നവർക്കറിയാം, പ്ലാനിങ് പല രീതിയിൽ പ്ലാനിങ് ഉണ്ട്. ആനുവൽ പ്ലാനിങ്, 5 ഇയർ പ്ലാനിങ്, പിന്നെ ലോങ് ടേം പ്ലാനിങ്, പെർസ്പെക്റ്റീവ് പ്ലാനിങ് എന്നൊക്കെ പറയും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പെർസ്പെക്റ്റീവ് പ്ലാനിങ് വേണം. നിങ്ങൾക്കൊരു അൾട്ടിമേറ്റ് ഗോൾ വേണം, ലക്ഷ്യം വേണം. ആരാകണം നമ്മൾ ഒരു 10 വർഷം കഴിയുമ്പോൾ ആരാകണം,
+1 പഠിക്കുന്ന ഒരു കുട്ടി അടുത്തൊരു 7 വർഷം കഴിയുമ്പോൾ ഞാൻ എവിടെ എത്തണം, അല്ലെങ്കിൽ 10 വർഷം ഞാൻ എവിടെ എത്തണം ഒരു ടാർഗറ്റ് ഇപ്പോഴേ വേണം. ആ ടാർഗറ്റിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തണം. ഈ പ്രായമാണ് നിങ്ങൾ ഏറ്റവും വോളട്ടൈൽ എന്ന് പറയും, വളരെ ക്രിട്ടിക്കലാണ് ഈ പ്രായം. ഈ പ്രായത്തിൽ നിങ്ങൾ അച്ചടക്കമുള്ളവരായിരിക്കണം. ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി, നിങ്ങൾ ആ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതുപോലെ ഡിറ്റർമിനേഷൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഈ 3 ഫാക്ടേഴ്സ് ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾ അൾട്ടിമേറ്റ് ലക്ഷ്യത്തിലെത്തും. ആ ലക്ഷ്യത്തിലെത്തിൽ മാത്രമേ നമ്മുടെ സമൂഹം നേരെ പോവുള്ളൂ. ഞങ്ങളെയൊക്കെ നാളെ ഞങ്ങൾക്കൊക്കെ വയ്യാതെ വരുമ്പോൾ, അസുഖമായി വരുമ്പോൾ ഞങ്ങളെ നയിക്കേണ്ട നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ്. അത് നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. നിങ്ങൾ നാളെ ആരാണത് ചിന്ത വേണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ മദ്യത്തിൽ, മയക്കുമരുന്നിൽ നിന്നും മോചനം നമുക്ക് സാധിക്കുകയുള്ളൂ. നിങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ മാത്രമല്ല, നിങ്ങൾ ഉൾപ്പെടുന്ന പിയർ ഗ്രൂപ്പിനെയും, നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തെയും, നിങ്ങൾ ഉൾപ്പെടുന്ന വീട്ടിനെയും, നിങ്ങളുടെ കൂട്ടുകാരെല്ലാം നിങ്ങൾ തന്നെ പരിവർത്തനം നടത്തണം. നിങ്ങളെല്ലാം തൂഫാൻ വാരിയേഴ്സായി മാറണം, ബ്രാൻഡ് അംബാസഡറായി മാറണം. ഇതാണ് ലക്ഷ്യം, ഇതാണ് ഗവൺമെൻറ് ലക്ഷ്യം, ഇതാണ് സമൂഹത്തിൻ്റെ ലക്ഷ്യം, ഇതാണ് പോലീസിൻ്റെ ലക്ഷ്യം, ഇതാണ് എക്സൈസിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി നിങ്ങൾ ഒന്നിച്ച് ശ്രമിക്കുക. അതിനുവേണ്ടി എല്ലാ ശക്തികളും ഒന്നിച്ച് നിൽക്കുക. നമ്മൾക്ക് ഈ ഒരു വിപത്ത് സമൂഹത്തിൽ തൂത്തെറിയാനുള്ള ഒരു പ്രതിജ്ഞ നിങ്ങളെല്ലാവരും എടുക്കണം. അതിനുള്ള ബ്രാൻഡ് അംബാസഡർമാരായി നിങ്ങൾ ഇന്ന് ഇവിടുന്ന് മാറണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല, കുറേ മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ യോഗം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം നടത്തിയായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.